ആശമാരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയോട് ചർച്ച ചെയ്തതായി ആരോഗ്യമന്ത്രി വീണ ജോർജ്. പാർലമെന്റ് ഹൗസിലെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. ആശമാരെ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ കൊണ്ടുവരണമെന്നും വിമൺ വോളണ്ടിയേഴ്സ് എന്ന് മാറ്റി വർക്കേഴ്സ് എന്നാക്കണമെന്നും ചർച്ചയിൽ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ആശമാരുടെ ഇൻസെന്റീവ് ഉയർത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് എന്നും കേന്ദ്രം അക്കാര്യം പരിശോധിച്ച് വരികയാണ് എന്നും JP നദ്ദ വ്യക്തമാക്കി. കേരളം നടത്തുന്ന TB എലിമിനേഷൻ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കാസർഗോഡും വയനാടും മെഡിക്കൽ കോളേജ് വേണമെന്നുള്ള ആവശ്യവും ഓൺലൈൻ ഡ്രഗ്സ് വിൽപ്പന തടയാൻ വേണ്ട നടപടികളും കേന്ദ്രവുമായി ചർച്ച ചെയ്തിട്ടുമുണ്ട്. കേരളത്തിന് എയിംസ് അനുവദിക്കാമെന്ന് വീണ്ടും ഉറപ്പ് നൽകിയിരിക്കുകയുമാണ്. കേരളത്തിനുള്ള കുടിശ്ശിക നൽകാനില്ല എന്ന് JP നദ്ദ രാജ്യസഭയിൽ പറഞ്ഞ സംഭവം പരിശോധിക്കാമെന്നും അതിൽ ആവശ്യമായുള്ള ഇടപെടൽ ഈ സാമ്പത്തിക വർഷം നടത്താമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞതായി വീണ ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. ആശാ വർക്കർമാരുടെ കാര്യത്തിൽ അനുഭാവപൂർണമായ സമീപനമാണ് സർക്കാരിനുള്ളത് എന്ന് ധനമന്ത്രി KN ബാലഗോപാലൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. സമരക്കാരോട് ദേഷ്യമോ വിരോധമോ ഇല്ല എന്നും കേന്ദ്ര സർക്കാർ പദ്ധതിയായ ആശയിൽ ബജറ്റിൽ പറഞ്ഞതിനേക്കാൾ കൂടുതൽ തുക സർക്കാർ അനുവദിച്ചിട്ടുണ്ട് എന്നും അവർക്ക് ഓണറേറിയം ഉൾപ്പെടെയുള്ള കുടിശ്ശിക ഉണ്ടായിരുന്നുവെന്നും അത് തീർപ്പാക്കിയെന്നും മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കുകയാണ്. വേതനം വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, അത് ചെയ്യാനാകാം. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാനത്തിന് ചെയ്യാൻ കഴിയാത്ത ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് എന്നും സംസ്ഥാനം മാത്രം വിചാരിച്ചാൽ ഓണറേറിയം വർദ്ധിപ്പിക്കാനാവില്ല എന്നും ആശാ വർക്കർമാരുടെ സമരത്തിന് നേതൃത്വം നൽകുന്നവർ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്നും മന്ത്രി KN ബാലഗോപാൽ ആരോപിക്കുന്നുണ്ട്. ഒരേ സമയം ഇരയ്ക്കും വേട്ടക്കാർക്കും ഒപ്പം ഓടുന്ന സമീപനമാണ് സമരത്തിൽ BJP സ്വീകരിച്ചു വരുന്നത്. അവരെ തൊഴിലാളികളായി അംഗീകരിക്കണമെന്നുള്ള ആവശ്യം പോലും കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ടില്ല. 10 വർഷത്തിലേറെയായി ഇൻസെന്റീവ് കൂട്ടിയിട്ടുമില്ല. ഗുജറാത്തിൽ സമരം ചെയ്ത 2000 ആശമാരെ BJP സർക്കാർ പിരിച്ചുവിട്ടിരുന്നു. എന്നാൽ കേരളം അതുപോലെ ഒന്നും ചെയ്യില്ല എന്നും മന്ത്രി ബാലഗോപാൽ വ്യക്തമാക്കുകയാണ്.